Hi guys, welcome back to my channel The Fish Finder. It's me Jagan Sishoy. Guys, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മീനിനെ കുറിച്ചൊന്നുമല്ല വീഡിയോ ചെയ്യണത്. ഇപ്പോൾ എല്ലാവരും ഈ ലോക്ക്ഡൗണും പിന്നെ കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ വീട്ടിലിരുന്ന് ഇപ്പോൾ നമുക്ക് പുറത്തു പോകാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും വീട്ടിൽ വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൃഷി ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതേമാതിരി നമ്മൾ ഇവിടെ കുറച്ച് കൃഷി ചെയ്യാൻ പോവുക. അതായത് നമ്മൾ കുറച്ച് ചീരയും വെണ്ടയ്ക്കും പിന്നെ കുറച്ച് തക്കാളിയും കുറച്ച് ഇഞ്ചിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ നമുക്ക് അതിനുള്ള എങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ചെയ്യാൻ പോണ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക്. നമുക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വിത്ത് നടണം. അപ്പോൾ നമ്മൾ അതിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ മറ്റൊരു ട്രേ ഉണ്ട്, നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു 20 രൂപ സ്പ്രൗട്ട് ചെയ്ത് എടുക്കാനുള്ളൊരു ട്രേ കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് മണ്ണ് മാത്രമല്ല, നമ്മൾ ചകിരിച്ചോറും കൂടി ചേർത്താണ് ഇടുന്നത്. ടോപ്പ് സോയിൽ, അതായത് കല്ലൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റായിട്ടുള്ള സോയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നിറച്ചു തുടങ്ങും. അപ്പോൾ അത് നമുക്ക് ആദ്യം മണ്ണ് എടുക്കാം. നമ്മൾ മണ്ണ് ഇവിടുന്ന് ഇങ്ങനെ ഈ മുകളിലുള്ള അങ്ങനെ പതുക്കെ ചുരണ്ടി എടുക്കും. നമുക്ക് അധികമൊന്നും വേണ്ട, കുറച്ച് മതിയാവും. അപ്പോൾ നമ്മൾ കിട്ടണം അങ്ങ് എടുക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചകിരിച്ചോറ് മിക്സ് ചെയ്യണം. അതെങ്ങനെ എടുക്കണത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളൊരു വലിയ ടബ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മണ്ണ് ആദ്യം ഇടും. നമ്മളെടുത്ത മണ്ണ് ഫുള്ള് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കല്ല് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് കളയണം. അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചകിരിച്ചോറ് എടുക്കണം. അതായത് ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ ചകിരി കിട്ടും. അപ്പം ഈ ചകിരി ചകിരി ഇടരുത്. അതേമാതിരി നമ്മളിതിങ്ങനെ പൊളിച്ച് ആ ഒരു പൊടി മരത്ത് ഇത് വരും, അതെടുക്കണം നമ്മൾ. ഗൈസ് ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ നാരൊക്കെ നമ്മൾ എടുത്തോളാം, ഇല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ അകത്ത് നമുക്കിത് ഇടാൻ പറ്റില്ല. അപ്പം ഈ നീണ്ടു കിടക്കുന്ന നാരൊക്കെ നമുക്ക് എടുത്തു കളയാം, അത് നമുക്ക് വേണ്ട. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്തു കളയണം. നമുക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഇതിട്ടിട്ടുണ്ട്, എന്താ ചകിരിച്ചോറ്. നമുക്കിത് മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മളിതിനെ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കൈയൊന്നും ഉണ്ടായിരുന്നു, നമ്മൾ ഈ ബക്കറ്റ് എടുത്തിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയാൽ മതി. അപ്പോൾ ഗൈസ് നമ്മളിത് അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചകിരിച്ചോറും മണ്ണും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നാരൊക്കെ നമ്മൾ എടുത്ത് കളയാം. പിന്നെ ഇത് ഇങ്ങനത്തെ കല്ലുണ്ടെങ്കിലും എടുത്ത് കളയാം. നമ്മൾ നമ്മുടെ ട്രേ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് 2 എണ്ണം ഇതേമാതിരി നമ്മൾ 2 ട്രേയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വിത്തുകൾ നടണം. ഇപ്പോൾ ഇതിലിപ്പോൾ ചീരയും പിന്നെ ഇതിൽ തക്കാളി നടാനാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇനി നേരെ പരിപാടി നടാൻ നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ തക്കാളിയുടെ വിത്ത്. നമുക്കിനി നടാം. നമ്മൾ ഓരോന്നിലും 2-3 വിത്ത് വെച്ച് നട്ടാൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ പകുതി തക്കാളി നട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിത് മുഴുവൻ തക്കാളി നടാനാണ് ഇരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അധികം നട്ടിട്ട് നമുക്ക് കാര്യമില്ല, അത്രയും ചെടികൾ നമുക്ക് വേണ്ട. നമുക്ക് ബാക്കി നമുക്ക് വേറെ വല്ലതും നടാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അടുത്തത് ഇതിൻ്റെ ബാക്കി പകുതി നടാൻ പോകുന്നത് വെണ്ടയ്ക്കയാണ്. നമ്മളിപ്പോൾ വെണ്ടയ്ക്കയുടെ വിത്ത് അങ്ങനെ നടുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ അത് കുറച്ചും കൂടി വേഗം മുളച്ച് വരും. നമ്മളിപ്പോൾ അത് ഇട്ട് വെക്കണതാണ്. വെണ്ടയ്ക്കയുടെ വലിയ വിത്തായതുകൊണ്ട് നമുക്കത് ഓരോന്നോരോന്ന് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് ഓവർ ക്രൗഡഡ് ആവും. ഓരോന്നിലും ഇട്ടാൽ മതി. ഇപ്പോൾ 2 എണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ടാൽ മതി.
അല്ല, 2 ഇടാന്ന്. ഒരെണ്ണം വന്നില്ലെങ്കിൽ മറ്റേത് മുളച്ചു വന്നു. അപ്പോൾ ഗൈസ് നമ്മളതിൻ്റെ അകത്ത് ഫുള്ള് നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ സീഡ്സ് എല്ലാം പുറത്ത് സർഫേസിലാണ് ഇരിക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കണം. അതിങ്ങനെ വല്ല തിന്നായിട്ടുള്ള വല്ല കോലോ പപ്പടക്കോലോ ഒക്കെ വെച്ച് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ട്രേ നമ്മൾ ഫുള്ള് നട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രേയിലേക്ക് നടാം. ഇത് ഫുള്ള് നമുക്ക് ചീര നടാനുള്ളതാണ്. അപ്പോൾ ഇത് ചീരയുടെ വിത്ത് ഇങ്ങനെ തീരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എണ്ണം നോക്കി എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്കുള്ളൊരു റഫായിട്ടുള്ളൊരു കണക്ക് വെച്ച് നമുക്ക് അതിൽ വിതറിയിട്ടാൽ മതി. ഇനി ഇത് ഫുള്ള് ചീരയാണുള്ളത്. അപ്പോൾ പിന്നെ ഇത് മുഴുവൻ ചീര ഇട്ടൊന്ന് ഇതൊക്കെയാണ്. നമ്മൾ ഈ ചട്ടിക്കകത്ത് 2ലും നമ്മൾ കുറച്ച് കാന്താരി മുളകും കൂടി നട്ടിട്ടുണ്ട്. അത് ഇതേമാതിരി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സിംഗിളായിട്ട് ഇത്രയും വലുതുള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയുക സീഡ്സൊക്കെ വെറുതെ ഇതിൻ്റെ അകത്ത് വെതറിയിട്ടിട്ട് അത് നമ്മളൊരു കോല് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. ഫുള്ള് മറച്ചിട്ട് അത് അടിയിലേക്ക് പോകാൻ പാകത്തിന്. വിത്തൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പാകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ചക്കകം ഇതൊന്ന് സ്പ്രൗട്ടായി വരും. അപ്പോൾ ഇനി നമുക്ക് സ്പ്രൗട്ടായിട്ടാണ് ഇതിന് ബാക്കി പരിപാടി ചെയ്യാനുള്ളത്. പക്ഷെ അതിന് മുന്നേ നമുക്കിതൊന്ന് നനച്ച് വിടണം. അപ്പോൾ നമ്മളിത് വെള്ളം കുത്തിച്ചൊഴിക്കരുത്. നമ്മളൊരു സ്പ്രേയറിൽ ഇതേമാതിരത്തെ ഒരു സ്പ്രേയർ വെച്ചിട്ട് നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഫുള്ള്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഇതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മുളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ അവിടെ ട്രെയിൽ നമ്മുടെ വിത്തൊക്കെ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇഞ്ചി ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഇഞ്ചി കുറച്ച് കാലിത്തീറ്റയുടെ കുറച്ച് ചാക്കുണ്ട് ഇവിടെ. അത് നമ്മൾ പകുതിക്ക് മുറിച്ചിട്ട് നമ്മളതിൽ ഇഞ്ചി നടാൻ പോവാം. അപ്പോൾ നമുക്കിനി ആ പരിപാടിക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ എടുത്തേക്കണ ചാക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മണ്ണ് നിറയ്ക്കണം. അത് അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് ആ മണ്ണ് കുറച്ച് അധികം ഇട്ടാലും കുറച്ച് വീതിക്ക് നിന്നോളൂ. നമുക്ക് കുറച്ച് ഏരിയ കൂടുതലിൽ നമുക്ക് ഇഞ്ചി നടാം. നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറയ്ക്കാം. നമ്മൾ 3 ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ആ ഇഞ്ചി എടുത്ത് നടാം. നമുക്കിനി ബാക്കി ചാക്ക് പിന്നെ നടാം. ഇപ്പം ഇഞ്ചി കുറച്ചേ ഉള്ളൂ. ഇതാണ് നമ്മൾ എടുത്തേക്കണ ഇഞ്ചി. അപ്പോൾ ഇത് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇഞ്ചിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നട്ട് വെച്ചേക്കുന്ന സ്പോട്ടിൽ നിന്ന് നമുക്ക് അപ്പുറത്തും കൂടി ഒരു 4-5 ചാക്കും കൂടി നടണം. അപ്പോൾ അതിനിപ്പോൾ ഞാൻ ഈ വീഡിയോ ലെങ്തി ആക്കണില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇത് പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇടണത്. അടുത്തതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ ട്രെയിൽ വെച്ചിരിക്കുന്ന മറ്റേ ചെറിയ ചെടികൾ വന്നേക്കണത് നമ്മൾ നടണതും പിന്നെ ഇതിൻ്റെ വലുതായിട്ടുള്ള ബാക്കിയുള്ള പാർട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫൈഡ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് 2 കാണാം.